ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ പെട്ടിക്കൂട് മാറ്റിക്കൊണ്ട് വലിയ ഒരു അടിപ്പാത സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നത് 29-ാം നാൾ, അതായത് 30 ദിവസം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഗാന്ധിയൻ സമരരീതിയിലൂടെയുള്ള നമ്മുടെ ഈ സമരത്തിന്റെ 30-ാം നാൾ നമ്മൾ സമരരംഗത്തേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഈ സമരം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന നിലയിലേക്കുള്ള പൊതുപ്രവർത്തകരുടെ ഇടപെടലുകളാണ് ഈ സമരത്തിലേക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ സമരമുഖത്തേക്ക് വരികയും സമരത്തോട് ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മളിവിടെ കാണുകയാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സമരമായി നമ്മുടെ ഈ സമരം മാറ്റാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ സമരസമിതിയുടെ ഏറ്റവും വലിയ വിജയം. അത് വെറുതെ ഉണ്ടായതല്ല, ഏതാനും ചില ആളുകളുടെ മാത്രം പരിശ്രമവുമല്ല, ഒരുപക്ഷെ നമ്മുടെ നാടിന്റെ പൊതുവായ ആവശ്യമായി കണ്ടറിഞ്ഞുകൊണ്ട് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടായതാണ്. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ, ഇവിടെ പ്രസംഗിച്ച ആളുകൾ എല്ലാവരും പറയുന്നത് ഒറ്റ കാര്യമാണ്, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ സ്റ്റേഷനുകളിൽ ഒന്നാണ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ. ആദർശ സ്റ്റേഷനാണ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന പാതയാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇവിടെ കൊട്ടിയടക്കപ്പെടുന്നത്. അങ്ങനെ കൊട്ടിയടക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഒരു കന്നുകാലിക്ക് പോകേണ്ട വഴി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലപാട്. എന്നാൽ ഞങ്ങൾക്ക് കന്നുകാലികളല്ല, ഞങ്ങൾ ഈ ചെറുവത്തൂരിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രമുണ്ട്. ഒരുപാട് മഹാരഥന്മാർ സഞ്ചരിച്ചിട്ടുള്ള വഴികളാണ്. ആ വഴി കൊട്ടിയടക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരരംഗത്തേക്ക് നമ്മുടെ ആളുകൾ എല്ലാവരും എത്തിയിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുന്നില്ല. 5 മണിക്ക് തന്നെ നമ്മുടെ പരിപാടി ഇവിടെ ഉപവാസം അവസാനിപ്പിക്കണം. അതിനുശേഷമാണ് മറ്റു പ്രസംഗങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. നമ്മുടെ രാമശേഖരൻ ഒരു കവിത അവതരിപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞോ? അപ്പോ പിന്നെ പ്രസംഗങ്ങളെല്ലാം, നന്ദി പ്രസംഗം ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങളെല്ലാം 5 മണിക്ക് ശേഷമാണ് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇവിടെ ഈ ഇരിക്കുന്ന 5 പേരിങ്ങനെ വന്നിരുന്ന് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇന്ന് നമുക്ക് പുതിയ രീതിയിലേക്കുള്ള ചില തീരുമാനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായി വരും. നമ്മൾ ഇടപെട്ട ആളുകളുടെ ഒരു മറുപടി ഇന്ന് വൈകുന്നേരം നമ്മുടെ വർക്കിംഗ് ചെയർമാൻ അത് ഇവിടെ പ്രഖ്യാപിക്കും. അത് ഒരുപക്ഷെ ശുഭകരമായാലും ഇനി മോഹൻലാലിന്റെ സിനിമയിൽ പറഞ്ഞതൊക്കെ തുടരും എന്ന രീതിയിലാണ് നമ്മുടെ സമരത്തെ കാണുന്നതെങ്കിലും എന്തിനും തയ്യാറായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്തിനും തയ്യാറാണ്. കാരണം ഇത് വാങ്ങിയിട്ട് മാത്രമേ നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റൂ. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ കർമ്മസമിതിയുടെ നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ എല്ലാവരും ഇതിന് മുമ്പിലിരിക്കുന്നുണ്ട്. ഒരു ദിവസമെങ്കിലും ഈ അടിപ്പാത സമരം സ്വപ്നം കാണാതെ ഇവിടെ ഇരിക്കുന്ന ആരുണ്ടാവും നിൽക്കുന്നില്ല. സ്വപ്നത്തിൽ പോലും നമ്മളത് ഉറങ്ങാൻ വിടാത്ത രീതിയിലേക്ക് ഈ അടിപ്പാത മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അടിപ്പാത മാറ്റുന്നത് വരെ നമ്മൾ സമരം ചെയ്യും. നേരത്തെ നമ്മുടെ കർമ്മസമിതിയുടെ വർക്കിംഗ് ചെയർമാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡു ഓർ ഡൈ. അതെ, നമ്മൾ മരിക്കാനാണ് തയ്യാറെങ്കിൽ അങ്ങനെ മരിച്ചിട്ട് ഇവിടെ ഒരു അടിപ്പാത കിട്ടുന്നത് നമ്മുടെ തലമുറക്ക്, ഭാവി വരുന്ന തലമുറക്ക് കിട്ടുമല്ലോ. സ്വാതന്ത്ര്യ സമരം കിട്ടിയത് അങ്ങനെയാണ്. നമുക്കൊക്കെ ഇതുപോലെ സംഘടിക്കാനും ഇരിക്കാനും നമുക്കെല്ലാവർക്കും സംസാരിക്കാനും നമുക്കെല്ലാവർക്കും ജോലി ചെയ്യാനും എല്ലാം ഉള്ള ഒരു അവസരം ഉണ്ടായത് നമ്മുടെ പൂർവികർ ജീവത്യാഗം ചെയ്ത് നമ്മുടെ നാട്ടിന് വേണ്ടി ഉണ്ടാക്കിയിട്ടാണ്. ഒരുപക്ഷെ ആ രീതിയിലേക്കാണ് പോകേണ്ടതെങ്കിൽ അങ്ങനെ പോകാൻ ഈ കർമ്മസമിതി തയ്യാറാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ TKC അബ്ദുൽ ഖാദർ ഹാജിയെ കുറിച്ച് ഞാനിവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ
ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മാതൃക, ഉദാത്ത മാതൃകയായിട്ട് ഈ നാടിന് മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ TKC അബ്ദുൽ ഖാദർ ഹാജി. അദ്ദേഹത്തെ സമീപിച്ചിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തോട് ഈ വിഷയം ആദ്യമായി ഞാൻ സംസാരിച്ചപ്പോ ഒരു ദിവസം ഞാൻ അവിടെ വന്ന് ഇരിക്കുമെന്നാണ് സൂചിപ്പിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത്, നിങ്ങളൊന്ന് വന്ന് നാരങ്ങാനീര് കൊടുക്കാനുള്ള ഒരു ഇടപെടൽ നടത്തിയാൽ നാരങ്ങാനീര് കൊടുക്കാനുള്ള ഒരു ഇടപെടൽ നിങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇന്ന് അദ്ദേഹത്തെ ഇവിടെ നാരങ്ങാനീര് കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്ഷണിച്ചത്. നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ഒരു നേതാവ് ശ്രീ കരിമ്പിൽ കൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ കരിമ്പിൽ കൃഷ്ണനെ ആർദ്രമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി കർമ്മസമിതിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ D രാജൻ അവர்களോട് അഭ്യർത്ഥിക്കുകയാണ്.